നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂഡാമണി. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോൾ നാരായണീയത്തിലെ 1-ാമത്തെ ദശകം പഠിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ആദ്യത്തെ ദശകം പഠിച്ചു. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാരായണം ചെയ്ത് ഓർമ്മ നിലനിർത്തണം. സ്ലോവിൽ ചൊല്ലി അർത്ഥം മനസ്സിലാവുന്ന രീതിയിൽ ചൊല്ലി 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 ഹൃദിസ്ഥമാക്കാം. ഇനി നമുക്ക് 2-ാമത്തെ ദശകത്തിലേക്ക് കടക്കാട്ടോ. 2-ാമത്തെ ദശകം ഭഗവാന്റെ രൂപവർണ്ണനമാണ്. ഭഗവത് രൂപവർണ്ണനം. ഭഗവാന്റെ രൂപം നമ്മളിപ്പോൾ ചൊല്ലിയ കസ്തൂരി തിലകം എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കസ്തൂരി തിലകം ലലാടഫലകെ അല്ലേ, നെറ്റിയിൽ കസ്തൂരിപ്പൊട്ട് തിലകം അല്ലേ, ഗോപിക്കുറിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ധ്യാന ശ്ലോകം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെയുള്ള ധ്യാന ശ്ലോകമാണ് ഇത്. ഭഗവാൻ ഇങ്ങനെ കാണാൻ നമുക്ക് രൂപം വർണ്ണിക്കുകയാണ്. അതിങ്ങനെ നോക്കിയാൽ അത് കേട്ടാൽ നമുക്ക് ഭഗവാന്റെ രൂപം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് കേട്ടാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ മൂർത്തി നമുക്ക് വിഗ്രഹം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോക്കാം അല്ലേ. മനോഹരമായ രൂപവർണ്ണനമാണ് ഈ അടുത്ത 2-ാമത്തെ ദശകത്തിൽ കേട്ടോ. നമുക്ക് നോക്കാം. നോക്കൂ, ഭഗവാനെ നമുക്ക് കാണാം ഈ വരികളിലൂടെ കേട്ടോ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. നമുക്കിതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. സൂര്യസ്പർദ്ധി കിരീടം നോക്കാം. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. ഒന്നുകൂടി നമുക്ക് വായിക്കാം. നോക്കൂ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. പദച്ഛേദം ചെയ്യാം. ഞാൻ പദം പിരിച്ചിട്ട് തന്നെ വായിച്ചിക്കണത് കേട്ടോ. നോക്കൂ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. ഭജേ എന്നാണ് ക്രിയാപദം. ഭജേ എന്ന് വെച്ചാൽ ഞാൻ ഭജിക്കുന്നു എന്ന്. എന്തിനെ ഭജിക്കുന്നു അല്ലെങ്കിൽ ആരെ ഭജിക്കുന്നു? ത്വദ്രൂപം, തവ രൂപം, നിന്റെ രൂപത്തെ,
അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയുടെ രൂപത്തെ ഭജിക്കുന്നു. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന എല്ലാ വാക്കുകളും ഭഗവാന്റെ രൂപത്തിൻ്റെ വിശേഷണങ്ങളാണ്. നോക്കൂ, ആദ്യം കാണുമ്പോൾ സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനോട് സ്പർദ്ധ ചെയ്യുന്ന കിരീടമുള്ളതാണ് അങ്ങയുടെ രൂപം. സ്പർദ്ധ എന്ന് വെച്ചാൽ മത്സരം. മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തനോടാണ് മത്സരിക്കുള്ളൂ, ശക്തനാ മത്സരിക്കുള്ളൂ. അപ്പോൾ രണ്ടാളും ശക്തന്മാരായിരിക്കും. അപ്പോൾ സൂര്യൻ്റെ ഇവിടുത്തെ ധർമ്മം പ്രകാശിക്കലാണ്. അപ്പോൾ കിരീടവും അങ്ങനെ തന്നെ പ്രകാശിക്കുകയാണ്. അപ്പോൾ കിരീടം, ഭഗവാന്റെ കിരീടം സൂര്യനോടാണ് സ്പർദ്ധ ചെയ്യുന്നത്, മത്സരിക്കണത്. എന്ന് വെച്ചാൽ 1000 സൂര്യൻ്റെ പ്രഭയുള്ളതാണ് അങ്ങയുടെ കിരീടം എന്നർത്ഥം. സൂര്യ സ്പർദ്ധി കിരീടം, സൂര്യനോട് സ്പർദ്ധ ചെയ്യുന്നതാണ് അങ്ങയുടെ കിരീടം. അത്രയും പ്രകാശപൂർണമാണ് അങ്ങയുടെ കിരീടം. പിന്നെ എങ്ങനെയുള്ള രൂപമാണ്? ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. ഊർധ്വതിലക, ഊർധ്വം എന്ന് വെച്ചാൽ മുകളിലേക്ക്, തിലകം പൊട്ട്, തിലകം കുറി. ഊർധ്വതിലകം എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള കുറി എന്ന് വെച്ചാൽ ഗോപിക്കുറി. ഗോപിക്കുറി കൊണ്ട് പ്രോദ്ഭാസി, പ്രോദ്ഭാസി എന്ന് വെച്ചാൽ ശോഭിക്കുന്ന, ഭാസിക്കുന്ന. പ്രോദ്ഭാസി വളരെയധികം ശോഭിക്കുന്ന. ഭാലം നെറ്റി, ഭാലാന്തരം നെറ്റിത്തടം. നെറ്റിയിൽ ഒരു ഗോപിക്കുറിയുണ്ട്, അത് ശോഭിക്കുകയാണ്. അതാ പറഞ്ഞ ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടിയതും. ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. കിരീടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നെറ്റിത്തടത്തിലെ ഗോപിക്കുറി കണ്ടു. പിന്നെ കാരുണ്യാകുല നേത്രം, പിന്നെ കണ്ണുകളാണ് നേത്രം. കണ്ണുകൾ എങ്ങനെയുള്ളതാ? കാരുണ്യാകുലമാണ്. കരുണ കൊണ്ട്, ദയവ് കൊണ്ട്, ഭക്തന്മാരോടുള്ള വാത്സല്യം കൊണ്ട് ആകുലമായ എന്ന് വെച്ചാൽ കരുണ വഴിഞ്ഞൊഴുകുന്ന നേത്രമാണ് അങ്ങയുടെ. കരുണ വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങളോടുകൂടിയതും. പിന്നെയോ ആർദ്രഹസിതോല്ലാസം. ആർദ്രം നനഞ്ഞ, കുളിർത്ത എന്നൊക്കെ അർത്ഥം. ഹസിതം ചിരി, പുഞ്ചിരി. ആ പുഞ്ചിരിക്കൊരു കുളിർമ ഉണ്ടാവുമല്ലോ. ആർദ്രഹസിതം കൊണ്ട് ഉല്ലാസം, ഉല്ലസിക്കുന്ന, കുളിർത്ത ചിരി കൊണ്ട് ഉല്ലസിക്കുന്ന. സുനാസാപുടം, സുന്ദരമായ നാസാപുടം. നാസ മൂക്ക്, നാസാപുടം. സുനാസാപുടം, സുന്ദരമായ നാസാപുടത്തോട് കൂടിയതും. ചിരിക്കുമ്പോൾ, അതും സന്തോഷം കൊണ്ട്, കുളിർമ കൊണ്ട് ചിരിക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ വിടരും. അങ്ങനെയുള്ള സുനാസാപുടമാണ്. ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. ആർദ്രഹസിതം കൊണ്ട്, കുളിർമയുള്ള മന്ദഹാസം കൊണ്ട് ഉല്ലസിക്കുന്ന നാസാപുടത്തോട് കൂടിയതാണ്. അപ്പോൾ ഭഗവാന്റെ പുഞ്ചിരി കൊണ്ട് ആ മൂക്ക് പോലും ഇടർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള മൂക്കാണ്. പിന്നെ ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. ഗണ്ഡം ച കവിൾത്തടം, ഗണ്ഡം കവിൾത്തടം. ഉദ്യത് വെച്ചാൽ ശോഭിക്കുന്ന, ഉദ്യത് ശോഭിക്കുന്ന. മകരാഭകുണ്ടലയുഗം, കുണ്ടലം ച കുണ്ടലം കർണാഭരണം, കാതിലണിയുന്ന ആഭരണം, കുണ്ടലം. കൊടക്കെടുക്കെന്നൊക്കെ പറയാം. മകരാഭകുണ്ടലം, മകരം എന്ന് വെച്ചാൽ മകരമത്സ്യം. മകരമത്സ്യത്തിൻ്റെ ആകൃതിയും ശോഭയുമുള്ള കുണ്ടല യുഗമാണ്. യുഗം ഇരട്ട, 2 എണ്ണം, 2 കുണ്ടലം വേണമല്ലോ. അപ്പോൾ 2 കാതുകളിലും മകരാഭയുള്ള കുണ്ടലങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ട് ആ കവിൾത്തടത്തിനും കൂടി ഒരു ശോഭ വരാണ്. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. കവിളുകളെ ശോഭിപ്പിക്കുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലും ശോഭയിലുമുള്ള കുണ്ടലങ്ങളോട് കൂടിയതും. അപ്പോൾ കാതിൽ 2 കമ്മലും കണ്ടു. അതുകൊണ്ട് ആ കമ്മലുകളാ ശോഭിക്കുന്ന ഗണ്ഡവും കണ്ടു, കവിൾത്തടവും കണ്ടു നമ്മൾ. പിന്നെ കണ്ഠോജ്വലത് കൗസ്തുഭം. താഴേക്കിറങ്ങിയ കണ്ഠമാണ്. കണ്ഠത്തിലെ, കഴുത്തിലെ ഉജ്വലത്, ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന കൗസ്തുഭം, കൗസ്തുഭമണി.
കൗസ്തുഭമണി കൊണ്ട് ശോഭിക്കുന്ന കണ്ഠവും കണ്ടു. കൗസ്തുഭം അദ്ദേഹത്തിൻ്റെ കഴുത്തിലണിയുന്ന ഒരു വിശിഷ്ടമായ രത്നമാണ്. അടുത്ത വാക്ക് വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം. വനമാല ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടപ്പെട്ട മാലയാണ് വനമാല എന്ന് പറയും. വനമാല എന്ന് വെച്ചാൽ പൂക്കൾ കൊണ്ട്, ഒറിജിനൽ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന മാലയാണ് വനമാല. അത് എല്ലാ ഋതുക്കളിലും വിടരുന്ന പൂക്കളാണ് അദ്ദേഹത്തിൻ്റെ മാലയ്ക്ക് ഉപയോഗിക്കുന്നത്. എല്ലാ ഋതുക്കളിലും വിടരുന്ന പൂക്കളാൽ ഉണ്ടാക്കുന്ന മാല്യം കൊണ്ടും. പിന്നെ ഹാരം മുത്തുമാലയാണ്. മുത്തുമാലകളുടെ പടലം കൂട്ടം സമൂഹത്താലും ശോഭിക്കുന്നതും. പിന്നെ ശ്രീവത്സം, വേറൊന്നും കൂടി ഉണ്ട് നെഞ്ചിൽ. എന്താണ് ശ്രീവത്സം? ശ്രീവത്സം എന്ന ഒരു അടയാളം, ഒരു മറുകുണ്ട്. അത് ഉണ്ടായത് ഭൃഗുമഹർഷിയുടെ പാദസ്പർശം കൊണ്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഭൃഗുമഹർഷി ഭഗവാന്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം കൊണ്ട് നെഞ്ചിൽ ചവിട്ടിയെന്നും ആ പാദത്തിൻ്റെ സ്പർശനം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ സ്പർശനം കൊണ്ടുണ്ടായ അടയാളം തനിക്കൊരു ആഭരണമായിട്ട് അല്ലെങ്കിൽ അലങ്കാരമായിട്ട് വിഷ്ണു സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഥ. നെഞ്ചിൽ എന്തൊക്കെയാണത്? ഒന്ന് വനമാല, മാറത്ത് വനമാലയുണ്ട്. വനമാലയാലും മുത്തുമാലകളാലും ശ്രീവത്സം എന്ന ലാഞ്ചനം അലങ്കാരത്താലും ദീപ്രമാണ്, ശോഭിക്കുന്നതാണ്, പ്രശോഭിക്കുന്നതാണ് അങ്ങയുടെ ത്വദ്രൂപം, അങ്ങയുടെ രൂപം. അങ്ങനെയുള്ള രൂപത്തെ ഭജേ, ഞാൻ ഭജിക്കുന്നു. അപ്പം ഭഗവാനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ശ്ലോകം അങ്ങോട്ട് വായിച്ചാൽ നമുക്ക് ഭഗവാന്റെ ചിത്രം അങ്ങോട്ട് മനസ്സിൽ വരും, ഭഗവാന്റെ രൂപം മനസ്സിൽ വരും. ഇത് വായിച്ചാൽ മതി, ഭഗവാന്റെ ചിത്രം നമുക്ക് വരയ്ക്കാം. നോക്കൂ, എന്താണ് ഇതൊരു ധ്യാന ശ്ലോകമായിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. എന്താണ്? സൂര്യസ്പർദ്ധി കിരീടം, 1000 സൂര്യപ്രഭയുള്ള കിരീടത്തോടു കൂടിയതും ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, ഗോപിക്കുറിയാൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയതും കാരുണ്യാകുല നേത്രം, ഭക്തന്മാരിൽ കരുണാകടാക്ഷം പൊഴിക്കുന്ന നേത്രങ്ങളോട് കൂടിയതും ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, കുളിർത്ത പുഞ്ചിരിയാൽ ഉല്ലസിക്കുന്ന വിടർന്നു നിൽക്കുന്ന സുനാസാപുടം, മനോഹരമായ നാസികയോടു കൂടിയതും ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, മകരമത്സ്യത്തിൻ്റെ ആകൃതിയും ശോഭയുമുള്ള 2 കുണ്ടലങ്ങളാൽ ശോഭിക്കപ്പെടുന്ന ഗണ്ഡം കവിൾത്തടങ്ങളോടു കൂടിയതും കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭത്തോടു കൂടിയതും വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാലയും മുത്തുമാലകളുടെ കൂട്ടവും ശ്രീവത്സം എന്ന അടയാളത്തോടും ദീപ്രമായ ശോഭിക്കുന്ന ത്വദ്രൂപം, അങ്ങയുടെ രൂപം ഭജിക്കുന്നു. എന്ത് ഭംഗിയല്ലേ! നല്ലോണം ഭക്തിയോടുകൂടി ചൊല്ലി നോക്കൂ. സൂര്യസ്പർദ്ധി കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, കാരുണ്യാകുലനേത്രം, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, കണ്ഠോജ്വലത് കൗസ്തുഭം, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഒന്നുകൂടി പാടാം. സൂര്യസ്പർദ്ധി കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, കാരുണ്യാകുലനേത്രം, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, കണ്ഠോജ്വലത് കൗസ്തുഭം, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അടുത്ത ശ്ലോകം
കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ഒരു വട്ടം കൂടി വായിക്കാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. പദം മുറിച്ച് പറയാം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്നാംഗുലീയ അങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. അവസാനത്തെ വരിയെടുത്ത ആദ്യത്തെ വാക്കാണ് ആലംബേ. പീതാംബരാലംബിനീം ആലംബേ എന്നില്ലേ, പീതാംബരാലംബിനീം ആലംബേ. ആലംബേ എന്ന് വെച്ചാൽ ആലംബനം ചെയ്യുന്നു, ആശ്രയിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു എന്നർത്ഥം. ആലംബേ ഞാൻ ആശ്രയിക്കുന്നു. എന്തിനെ ആശ്രയിക്കുന്നു? മൂർത്തിം മൂർത്തിയെ, ശരീരത്തെ, ദേഹത്തെ. ആരുടെ? തവ നിന്റെ, അങ്ങയുടെ മൂർത്തിയെ ആലംബേ ഞാൻ ആലംബനം ചെയ്യുന്നു, ആശ്രയിക്കുന്നു. എങ്ങനെയുള്ള മൂർത്തിയാണ്? തവ കഴിഞ്ഞ അടുത്ത വാക്ക് ആർത്തിച്ഛിദം. ആർത്തി ദുഃഖം, ഛിദം ഛേദിക്കുന്നത്. ആർത്തിച്ഛിദം ആർത്തിയെ ഛേദിക്കുന്നത്, ദുഃഖത്തെ ഛേദിക്കുക എന്ന് വെച്ചാൽ ദുഃഖത്തെ നശിപ്പിക്കുന്നത്, ഉന്മൂലനാശം ചെയ്യുന്നത്, ദുഃഖത്തെ വേരോടെ പിഴുതു കളയുന്ന, ദുഃഖത്തെ നശിപ്പിക്കുന്ന ആർത്തിച്ഛിതമായ തവ മൂർത്തിം അങ്ങയുടെ മൂർത്തിയെ ആലംബേ ഞാൻ ആശ്രയിക്കുന്നു. ഈ മൂർത്തിയുടെ വിശേഷണങ്ങളാണ് മുകളിലുള്ള എല്ലാതും. നേരത്തെ നമ്മൾ കിരീടം കണ്ടു, നെറ്റി കണ്ടു, കണ്ണ് കണ്ടു, മൂക്ക് കണ്ടു, ഗണ്ഡം കവിൾത്തടം കണ്ടു, കണ്ഠം കണ്ടു, മാറിടം കണ്ടു. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും അടുത്ത ഭാഗങ്ങൾ വർണ്ണിക്കുകയാണ്. കേയൂര അംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം മൂർത്തിം. കേയൂരം എന്ന് വെച്ചാൽ തോൾവള എന്നർത്ഥം. കേയൂരം തോൾവള. അതായത് ദേവന്മാർ, രാജാക്കന്മാർ ഒക്കെ ആഭരണങ്ങൾ അണിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിത്രങ്ങളിലൊക്കെ. കയ്യുമുള്ള ആഭരണങ്ങളാണ്. തോളിൽ ഒരു വളയുണ്ടാവും, തോളിന് താഴെ ഇറങ്ങിയിട്ട് ഒരു വളയുണ്ടാവും, പിന്നെ കൈത്തണ്ടയിൽ വേറെ കുറേ വളകളുണ്ടാവും, പിന്നെ കയ്യുമ്മ മോതിരണ്ടാവും. ഇത്രയാണ് കയ്യുമ്മ തന്നെ അലങ്കരിക്കണത്. കേയൂര, കേയൂരം എന്ന് വെച്ചാൽ തോൾവള എന്നർത്ഥം. അംഗദം എന്ന് വെച്ചാലും തോൾവള തന്നെയാണ്, കുറച്ചും കൂടി താഴെ ഇടുന്നത്, തോളിലിടുന്ന ഒരു വള. പിന്നെ അംഗദം, അതിന് താഴെ വീണ്ടും മുട്ടിൻ്റെ മുകളിലിടുന്ന മറ്റൊരു വള. കങ്കണം, കൈത്തണ്ടയിലിടുന്ന വളകൾ, കങ്കണം വള. പിന്നെ ഉത്തമ മഹാരത്നാംഗുലീയം, ഉത്തമമായ രത്നങ്ങൾ പതിച്ച അങ്കുലീയം, മോതിരങ്ങൾ. ഇവയാൽ അങ്കിതമായ, അങ്കിതം എന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയ, ശ്രീമദ് ബാഹു, ശ്രീമത്തായ ഐശ്വര്യമുള്ള ബാഹു, കൈകൾ. അത് എത്ര കൈകളാണ്? ചതുഷ്ക, 4 എണ്ണാണ്. 4 ബാഹുക്കളിൽ, 4 കൈകളിൽ സംഗതം ചേർന്നിരിക്കുന്ന, ഉള്ളതായ
എന്തൊക്കെയുണ്ട് 4 കൈകളിൽ? ഗദ, ശംഖ, അരി, പങ്കേരുഹാം. ഒരു കയ്യിൽ ഗദയുണ്ട്. ഭഗവാന്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ്. ശംഖുണ്ട് മറ്റേ കയ്യിൽ. ശംഖിൻ്റെ പേരെന്താ? പാഞ്ചജന്യം. പിന്നെ അടുത്ത വാക്ക് അരി എന്നാണ്. അരി എന്ന് വെച്ചാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അരി ചക്രം, സുദർശന ചക്രം. പങ്കേരുഹം എന്ന് വെച്ചാൽ താമര. പങ്കം ചളിയാണ്, രുഹം മുളയ്ക്കുന്നത്, ചെളിയിൽ നിന്നും മുളയ്ക്കുന്നതാണ് താമര. അപ്പം താമരയ്ക്ക് പങ്കേരുഹം എന്ന് പേര് പറഞ്ഞു, ചെന്താമര എന്നർത്ഥം. കേയൂരം, അംഗദം, കങ്കണം, ഉത്തമമായ മഹാരത്നങ്ങൾ പതിച്ച അങ്കുലീയം മോതിരം എന്നിവയാൽ അങ്കിതമായ എന്നിവയൊക്കെ ധരിച്ച ശ്രീമത്തായ ബാഹുചതുഷ്കത്തിൽ 4 കൈകളിൽ സംഗതമായ ഉള്ളതായ ഗദ, ശംഖ, അരി, പങ്കേരുഹാം. ഗദയോടും ശംഖിനോടും ചക്രത്തിനോടും താമരയോടും ചെന്താമരയോടും കൂടിയതാണ് അങ്ങയുടെ ആ മൂർത്തി. 4 കൈകളുണ്ട്. 4 കൈകളിൽ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ കേയൂരം, അംഗദം, കങ്കണം, പിന്നെ മഹാരത്നങ്ങൾ പതിച്ച അങ്കുലീയകം മോതിരം. ഇവയാൽ അങ്കിതമായ, ഇവയാൽ ശോഭിക്കപ്പെടുന്ന 4 കൈകളിൽ ബാഹുക്കളിൽ സംഗതമായ ഉള്ളതായ ചേർന്നതായ ഗദ, ശംഖ്, ചക്രം, താമര എന്നിവയോട് കൂടിയതാണ് അങ്ങയുടെ മൂർത്തി. അങ്ങനെയുള്ള മൂർത്തിയെ ഞാൻ ആലംബേ. പിന്നെ എങ്ങനെയുള്ള മൂർത്തിയാണെന്ന് അടുത്തത് പറയുന്നുണ്ട്. കാഞ്ചിത് കാഞ്ചന എന്നില്ലേ, കാഞ്ചിത് എന്ന് മാറ്റി നിർത്താം. അത് കാഞ്ചിത് മൂർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മൂർത്തിയെ എന്നാണ്. കാഞ്ചന കാഞ്ചി, കാഞ്ചനം സ്വർണം, കാഞ്ചി അരഞ്ഞാണ്. സ്വർണ്ണ അരഞ്ഞാണിനാൽ ലാഞ്ചിതം. ലാഞ്ചനം എന്ന് വെച്ചാൽ അടയാളം, ലാഞ്ചിതം എന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയ എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ അരയിലൊരു അരഞ്ഞാണുണ്ട്. അരഞ്ഞാണം കൊണ്ട് ലാഞ്ചിതമായ അടയാളപ്പെടുത്തിയ. കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസദ്, ലസദ് ശോഭിക്കുന്ന. കാഞ്ചന കാഞ്ചിയുടെ അടയാളം കൊണ്ട് ശോഭിക്കുന്ന. അരയിലുള്ള അരഞ്ഞാണം, സ്വർണം കൊണ്ടുണ്ടാക്കിയ അരഞ്ഞാണത്തിൻ്റെ അടയാളം കൊണ്ട് ശോഭിക്കുന്ന മഞ്ഞപ്പട്ട്, പീതാംബരം. ഭഗവാന്റെ അരയിലുള്ള കാഞ്ചന കാഞ്ചിയുടെ സ്വർണ്ണ അരഞ്ഞാണിൻ്റെ ലാഞ്ചിതം അടയാളം കൊണ്ട് ലസദ് ശോഭിക്കുന്ന പീതാംബരം. പീതാംബരം മഞ്ഞപ്പട്ട്, പീതം മഞ്ഞ, അമ്പരം വസ്ത്രം. മഞ്ഞപ്പട്ടുടയാട ആലംബിനിയും ആലംബനം ചെയ്യുന്ന, ചേർന്ന് കിടക്കുന്ന അങ്ങയുടെ പാദങ്ങളെയാണ് പറഞ്ഞത്. വിമലാംബുജദ്യുതിപദാം. വിമലാംബുജത്തിൻ്റെ, വിമലം നിർമ്മലമായ, അംബുജം താമരയുടെ, ദ്യുതി ശോഭ കാന്തി, അങ്ങനെയുള്ള പദം പാദങ്ങളോടുകൂടിയ മൂർത്തിം മൂർത്തിയെ. ആരുടെ മൂർത്തിയെ? തവ നിൻ്റെ, അങ്ങയുടെ മൂർത്തിയെ. എങ്ങനെയുള്ള മൂർത്തി ഒരെണ്ണം കൂടിയുണ്ട്. ആർത്തിച്ഛിതം, ആർത്തി ദുഃഖം, ഛിദം ഛേദിക്കുന്ന, ദുഃഖത്തെ ഛേദിക്കുന്ന, ദുഃഖങ്ങളെ ഉന്മൂലനാശം ചെയ്യുന്ന അങ്ങയുടെ മൂർത്തിയെ ആലംബേ ഞാൻ ആശ്രയിക്കുന്നു എന്നർത്ഥം. അരക്കെട്ടിൽ ഒരു നല്ല പീതാംബരം ചാർത്തിയിട്ടുണ്ട്. ആ പീതാംബരത്തിൽ ഒരു അടയാളമായിട്ട് ലസിക്കുന്നത് എന്താണ്? കാഞ്ചനകാഞ്ചിയാണ്. കാഞ്ചനകാഞ്ചി, അരയിലുള്ള സ്വർണ്ണ അരഞ്ഞാണിൻ്റെ അടയാളം അങ്ങനെ ആ മഞ്ഞപ്പട്ടിൽ കാണാം. അങ്ങനെയുള്ള ആ പീതാംബരം അങ്ങനെ നീണ്ട് പാദം വരെ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെയുള്ള പീതാംബരം, ആലംബനം ചെയ്യുന്ന പീതാംബരം ചാർത്തിയ വിമലാംബുജദ്യുതിപദാം, വിമലാംബുജത്തിൻ്റെ ശോഭയുള്ളതായ തവമൂർത്തിം, അങ്ങയുടെ മൂർത്തിയെ. പിന്നെ എങ്ങനെയുള്ള മൂർത്തിയാ? ആർത്തിച്ഛിതം മൂർത്തിം, ദുഃഖങ്ങളെ ഉന്മൂലനാശനം ചെയ്യുന്ന അങ്ങയുടെ ആ ശരീരത്തെ, മൂർത്തിയെ, വിഗ്രഹത്തെ ആലംബേ ഞാൻ ആലംബനം ചെയ്യുന്നു, ശരണം പ്രാപിക്കുന്നു എന്ന്. ഒന്നുകൂടി പറയാം. കേയൂരം, അംഗദം, കങ്കണം, അതുപോലെ ഉത്തമമായ മഹാരത്നങ്ങൾ പതിച്ച അങ്കുലീയകം മോതിരങ്ങൾ
എന്നിവയാൽ അങ്കിതമാക്കപ്പെട്ട അടയാളപ്പെടുത്തിയ ശ്രീമത്തായ ഐശ്വര്യപൂർണമായ ബാഹുചതുഷ്കത്തിലെ 4 തൃക്കൈകളിലും സംഗതമായ ചേർന്ന അതിൽ പിടിച്ചിട്ടുള്ള ഗദ, ശംഖ്, അരി, പങ്കേരുഹം. ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവ പിടിച്ചിട്ടുള്ളതുമായ കൈകളോട് കൂടിയതുമായ, പിന്നെ കാഞ്ചനകാഞ്ചി സ്വർണ്ണ അരഞ്ഞാണിനാൽ ലാഞ്ചിതമാക്കിയിട്ട് ശോഭിക്കുന്ന പീതാംബരം ചേർന്ന് കിടക്കുന്ന താമരപ്പൂവിൻ്റെ കാന്തിയുള്ളതായ ആ പാദങ്ങളോട് കൂടിയതും ആർത്തിച്ഛിതം ആർത്തിയെ ദുഃഖത്തെ നശിപ്പിക്കുന്നതുമായ തവ മൂർത്തിം അങ്ങയുടെ മൂർത്തിയെ ആലംബേ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന്. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. കാഞ്ചിത്, കാഞ്ചിത് ഒരു എന്നർത്ഥം. ഇവിടെ ഒരു എന്നുള്ള എന്താ ഒരു? കാഞ്ചിത് മൂർത്തിം എന്നർത്ഥം. കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗമാണ് കാ എന്നുള്ളത്. പുല്ലിംഗം കഹ എന്നാണ്. നപുംസകലിംഗം കിം എന്നാണ്. അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ അത് നപുംസകലിംഗത്തിനെ പറഞ്ഞാൽ കിഞ്ചിത് എന്ന് പറയും. പുല്ലിംഗമാണെങ്കിൽ കശ്ചിത് എന്ന് പറയും. സ്ത്രീലിംഗമാണെങ്കിൽ കാജിത് എന്ന് പറയും. അതിൻ്റെ ദ്വിതീയാണ് കാഞ്ചിത്. കാഞ്ചിത് മൂർത്തി, മൂർത്തിയെ സ്ത്രീലിംഗമായിട്ടാണ്. മൂർത്തി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. കാഞ്ചിത് മൂർത്തിം, ഒരു മൂർത്തിയെ, അങ്ങയുടെ ഒരു വിഗ്രഹത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് അന്വയം പറയാവുന്ന കേട്ടോ. നോക്കൂ. കേയൂര അംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയ അങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചനകാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം വിമലാംബുജദ്യുതിപദാം ആർത്തിച്ഛിദം തവ കാഞ്ചിത് മൂർത്തിം ആലംബേ. കേയൂരം, അംഗദം, കങ്കണം, ഉത്തമ മഹാരത്നങ്ങൾ പതിച്ച അങ്കുലീയകം എന്നിവയാൽ അങ്കിതമായ ശ്രീമദ് ബാഹുക്കളിൽ, ശ്രീമത്തായ 4 ബാഹുക്കളിലും സംഗതമായ പിടിച്ചിരിക്കുന്ന ഗദാ, ശംഖ, ചക്ര, പത്മാദികൾ ചേർന്നതും കാഞ്ചനകാഞ്ചി സ്വർണ്ണ അരഞ്ഞാണിൻ്റെ അടയാളത്താൽ ശോഭിക്കുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും ആയ നിർമ്മലമായ താമരപ്പൂവിൻ്റെ കാന്തിയെ വെല്ലുന്ന പാദങ്ങളോടു കൂടിയതും ദുഃഖങ്ങളെ ഉന്മൂലനാശം ചെയ്യുന്നതുമായ അങ്ങയുടെ ആ മൂർത്തിയെ ഞാൻ ആലംബനം ചെയ്യുന്നു, ആശ്രയിക്കുന്നു എന്ന്. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. ഒറ്റ വാക്കാണ്, ഒരു ശ്വാസത്തിൽ ചൊല്ലിത്തീർക്കാൻ ബുദ്ധിമുട്ടല്ലേ. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം മൂർത്തിം തവ ആർത്തിച്ഛിദം തവ മൂർത്തിം ആലംബേ. ഇപ്പം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം അടുത്ത 2 ശ്ലോകങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും വായിച്ച് ഭഗവാന്റെ ഈ രൂപത്തെ മനസ്സിലുറപ്പിക്കുക. മനസ്സിലുറപ്പിച്ചാൽ ഭഗവാൻ നമുക്ക് ആശ്രയം തരും, തീർച്ച.